കെവിൻ പീറ്ററിലേക്ക് എങ്ങനെയാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ താങ്കൾ ഉൾക്കൊള്ളുന്നത്? നേരത്തെ ശ്രീ ജലീൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞൊരു മതത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റം ആകേണ്ട. അദ്ദേഹം ഈ റമീസ് എന്ന് പറയുന്ന കുറ്റവാളി ഒരു ക്രിമിനലാണ്, അതുകൊണ്ട് അതിന് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ മറ്റേതിനെ ആ രീതി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ കൊട്ടാരക്കരയിലെ ആ പെൺകുട്ടിയുടെ ജീവിതം നമുക്ക് മുന്നിലുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ജീവിതങ്ങളാണ്, പെൺകുട്ടികളുടെ ആ വേദനകളാണ്, ആ വീട്ടുകാരുടെ വേദനകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇതിനെ കണ്ടിൽ നിന്നടിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് എത്ര കാലം സാധിക്കും? ശ്രീ കെവിൻ പീറ്റർ. ശ്രീ ജലീൽ പറഞ്ഞതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല. അത് പതിവ് പല്ലവി പാടിക്കൊണ്ട് ജലീൽ അതിനെ നിസ്സാരവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നീതിപീഠം ലവ് ജിഹാദ് എന്ന വാക്കിൽ കേസുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞതും, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ജനപ്രതിനിധി ഇല്ല എന്നൊരു ഉത്തരം കിട്ടുവാൻ വേണ്ടിയിട്ട് ആരോ എഴുതി കൊടുത്ത, അല്ലെങ്കിൽ ആ മതമൗലികവാദികൾ എഴുതി കൊടുത്ത ചോദ്യം ലോക്സഭയിൽ എഴുന്നേറ്റ് ചോദിച്ചപ്പോൾ ലവ് ജിഹാദിൽ കേസുകൾ ഇല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ലവ് ജിഹാദ് എന്നൊരു വാക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല എന്നത് അതൊക്കെ ഒരു പറഞ്ഞതാണ്. അത് തന്നെ പിന്നെയും പറയുമ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞതിനെ ലഘൂകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ മയക്കുമരുന്ന് മാഫിയ ഉണ്ടല്ലോ, അത് സംബന്ധിക്കുന്നുണ്ടല്ലോ. മയക്കുമരുന്ന് മാഫിയ ഇവിടെ ഉണ്ട്. പക്ഷെ മയക്കുമരുന്ന് മാഫിയ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? ആരെങ്കിലും സംഘടനയുണ്ടോ? പക്ഷെ ഇല്ല. ഇവിടെ മയക്കുമരുന്നിന്റെ കൊണ്ട് ഇവിടെ യുവതിവാക്കൾ നശിക്കുന്നുണ്ട്. അപ്പോ ഈ സംഭവം ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ എന്തുകൊണ്ടാണ് തെളിയിക്കാൻ പറ്റാത്തത്? അങ്ങനെ ഒരു സംഘടന, അങ്ങനെ ഏതെങ്കിലും സംഘടന അങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് കൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു പതിപ്പായ SDP-യുടെ പ്രവർത്തകർ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒന്ന് നോക്കൂ, മറ്റൊരു വാർത്ത, ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടോ അല്ലെ സെൻസേഷണൽ ആയിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടായിട്ടോ ഒന്നും അല്ല ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി ഈ വാർത്ത തമസ്കരിക്കാൻ തയ്യാറായത്. അപ്പൊ ആരെയാണ് ഭയപ്പെട്ടത്? റമീസിന്റെ ബാപ്പയോ? അല്ലോ റമീസിന്റെ ബാപ്പയോ ഉമ്മയോ റിക്വസ്റ്റ് ചെയ്തിട്ടാണോ ഇവിടുത്തെ മാധ്യമങ്ങൾ ആ വാർത്ത വേണ്ടെന്ന് വെച്ചത്? അപ്പൊ ഇതിനെയൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് മുതൽ പോപ്പുലർ ഫ്രണ്ട് വരെയുള്ള എല്ലാവിധ സംഘടനകളും. ഇവിടെ തർബിയത്തുൽ ഇസ്ലാം സെന്റർ എന്ന് പറയുന്ന മതമാറ്റ കേന്ദ്രം, സത്യസരണി പോലെ പൊന്നാനി പോലെ തർബിയത്തുൽ ഇസ്ലാം സെന്റർ ഉണ്ടല്ലോ. ഈ തർബിയത്തുൽ ഇസ്ലാം സെന്ററിൽ മതം മാറുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആരാണ്? ലീഗിന്റെ നേതാവല്ലേ? അല്ലെ? അപ്പൊ ഇത് ലീഗ് അറിഞ്ഞുകൊണ്ടല്ലേ ഈ പരിപാടി അവിടെ നടക്കുന്നത്? അല്ലെ? ആ തർബിയത്തുൽ ഇസ്ലാം സെന്ററിലല്ലേ ഗിൽബർട്ടിന്റെ ഭാര്യയും മകനെ മതം മാറ്റാനായിട്ട് കൊണ്ടുപോയത്? അല്ലെ? ആ സ്ത്രീ പറഞ്ഞത് ഈ ജനൻ ടിവി ശ്രീ ജലീൽ പുനലൂരിലേക്ക്. ശ്രീ ജലീൽ പുനലൂർ, ഇത് തന്നെയാണ് ജാമിന ടീച്ചർ പറഞ്ഞതും കെവിൻ പീറ്റർ പറഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. കാരണം ഇവിടെ ഒരു മതത്തെ ആരും കുറ്റം പറയുന്നില്ല, ഇസ്ലാം മതത്തെ മുസ്ലിം മതത്തെ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ആ മതത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന, മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ചെയ്തികളെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ വിമർശിക്കുന്നത്. ആ വിമർശിക്കുമ്പോൾ മതപണ്ഡിതർ ഇങ്ങനെയുള്ളവരെ തള്ളിപ്പറയാൻ തയ്യാറാവുകയല്ലേ വേണ്ടത്? താങ്കളെ പോലുള്ള പൊതുപ്രവർത്തകരും ഇതിനെ ധാർമ്മികമായി അതിനെ തള്ളിക്കളയല്ലേ വേണ്ടത്? ബാധ്യതപ്പെട്ട ഒരാളാണ് ഞാൻ. അതിൽ ആങ്കറും RV ബാബു സാറും നിങ്ങൾ രണ്ടുപേരും നിറവേറ്റുന്നത് നിങ്ങളുടെ ധർമ്മമാണ്. ആ ധർമ്മത്തോട് നിങ്ങൾ നീതി പുലർത്തിക്കൊള്ളി. നിങ്ങളോട് മറുപടി പറയാം. പക്ഷെ മറ്റുള്ളവർ ഒരു സമൂഹത്തെ ഇത്രത്തോളം നിന്ദ്യമായ ഭാഷയിൽ ആക്ഷേപിക്കുമ്പോൾ ഒരു ആങ്കർ അരുതേ എന്ന് പറയണം. കാരണം അത് നിങ്ങളുടെ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയപ്പെടുന്ന ആളുകളുടെ അതേ രീതിയിൽ സംഭാഷണം ചെയ്യാൻ എന്നെപ്പോലുള്ള ഒരാളെ തടയപ്പെടുന്ന ഒരു ദർശനമാണ് ഇവർ തന്നെ നെറികെട്ട മതം എന്ന് പറയുന്ന ആ മതദർശനം. കാരണം തിരിച്ച് അതേ രീതിയിൽ ആ ശൈലി ഉപയോഗിക്കാൻ എൻ്റെ മതദർശനം എന്നെ അനുവദിക്കുന്നില്ല. മറ്റൊന്ന്, ഇവിടെ നിങ്ങൾ ഹാരിഫ് ഹുസൈൻ എന്നൊരാളെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ റമീസ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് പന്നിയിറച്ചി കൊണ്ടുപോയാൽ ഇത് ഹറാമാണ്, ഞാൻ തിന്നത്തില്ല എന്ന്. അതുകൊണ്ട് ഈ റമീസ് എന്ന് പറയുന്ന ക്രിമിനൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കേരളത്തിലെ 1 കോടി മുസ്ലിങ്ങൾ സമാധാനം പറയണമെന്നാണ് പറയുന്നത്. ഞാൻ നാളെ ചോദിക്കട്ടെ, ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ നാളെ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിന് ഉത്തരവാദിത്വം ഈ നാട്ടിലെ മുസ്ലിം സമുദായം പേറേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ തറവാട്ടിൽ പറഞ്ഞ മഹിമ കാട്ടിയിട്ടുണ്ട് നരസിംഹൻ അലി അക്ബർ. അദ്ദേഹം ഒരു ആശയത്തോട് ഇത്രത്തോളം വിരോധം തോന്നി, എനിക്കിതിൽ നിലകൊള്ളാൻ സാധിക്കില്ല എന്ന് വന്നു. അദ്ദേഹം തന്റെ പേര് പോലും ഉപേക്ഷിച്ചു പോയില്ലേ? ഇത് 6-ാം നൂറ്റാണ്ടിലെ അജ്ഞാതമായ ഏറ്റവും പിന്തിരിപ്പനായ ഒരു ആശയത്തിന്റെ സംവിധാനമാണ് ഈ മതമെന്ന് പറയുകയും, എന്നാൽ
ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം എന്ന് പറയുകയും എന്നാൽ ആ പേരുപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആർ എസ് എസ് സംവിധാനങ്ങളുമായിട്ട് ഇപ്പൊ പുതുതായി ഉണ്ടായ ചില അധികാര കേന്ദ്രീയങ്ങളുമായിട്ട് അടുക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ആളുകളുടെ നിലവാരത്തെ സംബന്ധിച്ച് ആ സമൂഹത്തിലുള്ളവർ ചിന്തിക്കണം എന്നാണ്. ശ്രീ ജലീൽ ചില യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോ? ശ്രീ ആരിഫ് ഹുസൈൻ.